അങ്ങനെ ജമ്മു ബോർഡറിൽ ഏതോ ഒരു ഗുദാമിൽ പെട്ട് കിടന്ന ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ജമ്മു ടൗൺ എത്താറായി. അപ്പോഴേക്കും നല്ല വിശപ്പായി, ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിർത്തി. അപ്പോഴാണ് മനസ്സിലായേ ജമ്മു കടന്നു കഴിഞ്ഞപ്പോഴേക്കും സിമ്മ് കട്ടായെന്ന്. ഞാൻ വിചാരിച്ചത് ശ്രീനഗർ എത്തുമ്പോഴാണ് സിമ്മ് കട്ടാവണമെന്നാണ്. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് സിമ്മാണ് വർക്കാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഹോട്ട്സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി. പക്ഷെ റൂം എത്തിക്കഴിഞ്ഞപ്പോഴോ ഇതേതാണ്ട് കല്യാണ പരിപാടി പോലത്തെ ഒരു സെറ്റപ്പ്. ഇതേതാണ് അമ്മൂമ്മയുടെ ബിനാലിയ, ഇതന്നെയാണോ എന്നുള്ള കൺഫ്യൂഷനായി പോയി. എന്തായാലും റൂമിൽ മൊത്തം ഒന്ന് സെറ്റായി. എന്താണെന്നറിയില്ല, മൊത്തത്തിലൊരു ഉടായ്പ് ഫീലായിരുന്നു റൂം എത്തിക്കഴിഞ്ഞപ്പോൾ. എങ്ങനെ പോയാലും അവിടെ എന്തായാലും ഒന്ന് സ്റ്റേ അടിച്ച്. പക്ഷെ സിമ്മ് ഫുള്ള് കട്ടായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വഴിയായിരുന്നു. അതുപോലെ തന്നെ ഫുഡും കഴിക്കണ സ്ഥലത്ത് മറ്റേ ഹോട്ടലിൽ നിന്ന് മറന്നു പോവുകയും ചെയ്ത്. പിന്നെ ഇവിടെ നിന്ന് വൈഫൈ ഒന്ന് കിട്ടിയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായത്. എന്തായാലും നാളെ തന്നെ പോയിട്ട് സിം എടുക്കണം. അങ്ങനെ നാളെ ജമ്മു ടൗണിലേക്ക് പോയിട്ട് പോസ്റ്റ് പെയ്ഡ് സിം എടുക്കാൻ പോയി. അപ്പോൾ എന്നോട് ശ്രീനഗറിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പോസ്റ്റ് പെയ്ഡ് സിം കിട്ടുമെന്നാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ റെഫറൻസ് ഇല്ലാതെ നമുക്ക് പോസ്റ്റ് പെയ്ഡ് സിം കിട്ടില്ല. ആ നാട്ടിലെ ഒരാളുടെ റെഫറൻസ് ഇല്ലാതെ പോസ്റ്റ് പെയ്ഡ് സിം കിട്ടാത്തൊരവസ്ഥയായി. ജമ്മുവിലും കാശ്മീരിലുള്ള സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് പോസ്റ്റ് പെയ്ഡ് സിമ്മ് ഒരാളുടെ റെഫറൻസ് വഴി എടുക്കേണ്ട അവസ്ഥയായത്. പക്ഷേ ജിയോയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല പോസ്റ്റ് പെയ്ഡ് സിമ്മ്. ഞാനിനി എന്ത് ചെയ്യും? പിന്നെ തൊട്ടടുത്തൊന്നും ഭക്ഷണം കഴിക്കാനായിട്ടൊരു കടയിൽ കയറി. കാരണം ഇന്നലെയും ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ ഇങ്ങനെ കഴിക്കുന്ന സമയത്താണ് അവിടെ ബർഗർ കിങ്ങിലെ ഒരു എംപ്ലോയി പറഞ്ഞത് ഞാൻ ഹെൽപ്പ് ചെയ്യാം, സിം എടുത്ത് തരാനെന്ന്. അങ്ങനെ പുള്ളിയുടെ റെഫറൻസിലാണ് ഞാൻ സിം എടുത്തത്. അതിനുശേഷം പിന്നെ നേരെ ശ്രീനഗറിലേക്ക് പോയി. ശ്രീനഗറിൽ പോണ വഴി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കുറേ പൊടിയും ബ്ലോക്കും, അതിനുശേഷം കുറേ ടണലുകളും, പിന്നെ ഒരു സുന്ദരമായൊരു വ്യൂ ആണ് അവിടേക്ക്.